ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കുന്നതിനും US നാവിക ഉപരോധം ഉടനടി നീക്കുന്നതിനും അനുമതി നൽകിയതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കപ്പലുകളോട് തയ്യാറാകുമെന്നും എണ്ണ ഒഴുകട്ടെയെന്നും ട്രംപിന്റെ കുറിപ്പ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കരാർ സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. വിവരങ്ങളുമായി അന്താരാഷ്ട്ര ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുകയാണ്, കരാറിലേക്ക് എത്തുന്നു. ഔദ്യോഗികമായി അത് പിന്നീട് ഒപ്പിടുമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഫെബ്രുവരി അവസാനം ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനിലേക്ക് ആരംഭിച്ച ഒരു സംയുക്ത സൈനിക നടപടി 2 മാസം നീണ്ട ഒരു പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് നീക്കിയ ഒരു വലിയ സംഘർഷമായി വളരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ താൽക്കാലികമായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ അനന്തമായി നീണ്ടെങ്കിലും ഈ ആണവ ചർച്ചകളും പ്രധാനമായിട്ട് ഇറാനുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വൈകുന്നതും അതുമായി ബന്ധപ്പെട്ട ധാരണകളിൽ ഇരുഭാഗവും തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും എല്ലാമായിരുന്നു ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താനുള്ള ഇത്രയും വലിയൊരു കാലതാമസം ഉണ്ടായതെന്ന് പറയണം. എന്നാൽ ഒടുവിൽ ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ കരാറിൽ ധാരണയായിരിക്കുകയാണ്. ഈ ടോൾ രഹിതമായിട്ട് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനും അതിനൊപ്പം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിച്ച് ഈ കടലിടുക്ക് വഴിയുള്ള ഹോർമൂസ് വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാനുമാണ് ഈ കരാറിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ധാരണയായിരിക്കുന്നത്. ഈ ഇറാൻ്റെ മെഹർ ന്യൂസ് ഈ ഒരു കരാർ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നത് 30 ദിവസത്തിനുള്ളിലായിരിക്കും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു 30 ദിവസത്തിനുള്ളിലായിരിക്കും ഈ ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, എന്നാൽ ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഈ കാലയളവിലെല്ലാം ഹോർമൂസ് കടലിടുക്ക് എന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരാർ സ്ഥിരീകരിക്കുമ്പോൾ തന്നെയും ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതൊരു യുദ്ധത്തിലൊരു വിജയമായി കണ്ടാണ് ഇറാൻ മാധ്യമങ്ങൾ ഈ ഒരു വിവരം സ്ഥിരീകരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വെടിനിർത്തൽ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തലിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ പ്രസ്താവന പങ്കുവച്ചുകൊണ്ടാണ് ഇറാൻ മാധ്യമങ്ങൾ ഈ വെടിനിർത്തലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെയും ഈ ഇറാൻ്റെ പ്രതിരോധത്തിനുള്ള ഒരു വിജയമായിട്ട്, അമേരിക്കയ്ക്കെതിരെ ഇറാൻ്റെ പ്രതിരോധം നേടിയ വിജയമായിട്ടാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഇറാൻ വ്യാഖ്യാനിക്കുന്നത്. ഈ പറയുന്നത് പോലെ അടുത്ത ആഴ്ച ജൂൺ 19 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച ഈ ഒരു കരാറിൽ ഔദ്യോഗികമായിട്ട് ഇരുവിഭാഗവും ഒപ്പുവെക്കുമെന്നാണ് വിവരം പറയുന്നത്. AFP അടക്കമുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. US വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് ഈ ഒരു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യം ഓൺലൈൻ വഴി ആയിരിക്കുമെന്നുമാണ് ഇപ്പോൾ വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഗൗതം.